ബഹുമാനികളെ, വയുന്തബു സിയാറത്തു ഖുബൂരി, ഖബർ സിയാറത്ത് ആവശ്യം. അപ്പോൾ മയ്യത്തിൻ്റെ തെൽഖീനോത്തെല്ലാം കഴിഞ്ഞ് ഇനി ഖബറുകൾ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അല്ലെ റജുലിൻ, ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക്. ലാലി ഉൻസ, സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്തില്ല. എങ്കിലും അമ്പിയാക്കളുടെയും ഉലമാക്കളുടെയും മൗലിയാക്കളുടെയും സ്വാലിഹീങ്ങളായ ആളുകളുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യൽ പെണ്ണുങ്ങൾക്ക് സുന്നത്തുണ്ട്. പോകുമ്പോൾ പൂർണ്ണമായ ഹിജാബിലായിരിക്കണം. അതുപോലെ തന്നെ മെഹ്റമോ ഭർത്താവോ അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകളൊക്കെ വേണം കൂടെ. ഒറ്റക്കുള്ളതായ പോക്ക്, മെഹ്റമുകളില്ലാത്ത പോക്കൊക്കെ തനി ഹറാമാണ്. നഅം, എങ്കിലും യുസന്നുലഹ സിയാറത്തു ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. മറ്റുള്ള അമ്പിയാക്കൾക്കും ഉലമാക്കൾക്കൊക്കെ ഔലിയാക്കൾക്കൊക്കെ പോവാം. വയുസന്നു കമാ നസ്സ അലൈഹി അൻ യഖറഅ മിനൽ ഖുർആനി മാ തയസ്സറ, ഖുർആൻ ഓതൽ മാ തയസ്സറ, തനിക്ക് സൗകര്യപ്പെടുന്ന അത്ര ഖുർആൻ ഓതൽ സുന്നത്ത. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ചിലപ്പം ഖുർആൻ ഖത്മ് തീർക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞ് ഖുർആന്റെ ഖത്മ് തീർക്കൽ സുന്നത്തുണ്ട്. യാസീനാണെങ്കിൽ യാസീനുമ ചുരുക്കാം. ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, മാ തയസ്സറ അലൽ ഖബരി, ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഖുർആനിൽ നിന്ന് സൗകര്യപ്പെടുന്ന അത്ര ഓതി ദുആ ചെയ്യണം. ഫയദ്ഉ ലഹു, എന്നിട്ട് ദുആ ചെയ്യണം മയ്യത്തിന് വേണ്ടിയിട്ട്. മുസ്തഖ്ബിലൻ ലിൽ ഖിബലത്തി, ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടാണ് ദുആ ഇറക്കേണ്ടത്. ഈ നിയമം മദീനത്ത് ചെന്നാൽ ഖിബിലക്ക് മുന്നിട്ടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജ്ഹു ഷരീഫിലേക്ക് തിരിഞ്ഞിട്ടാണ് ദുആ ചെയ്യേണ്ടത്. പക്ഷെ അവിടുത്തെ പോലീസുകാർ സമ്മതിക്കൂല. എന്നാൽ കാര്യപ്പെട്ട അബ്ദുള്ള രാജാവിനെ പോലെയുള്ള സൗദി അറേബ്യയുടെ പ്രഗത്ഭരായ രാജാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് ചെന്നിട്ട് തന്നെ ദുആ ഇറക്കും. മുഖം അങ്ങോട്ടാക്കണം. മുത്തുനബിൻ്റെ അടുത്തേക്ക് ഖിബിലയിലേക്ക് മുന്നിടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നമ്മളെ മൂടാ പോവുക, അത് പാടില്ല. അത് അതവുകേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ മുത്തുനബിൻ്റെ മുഖത്തോട് നേരിട്ട് ആണ് നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത്. അവിടുത്തെ നിയമം ഇപ്പോൾ അംഗീകരിക്കൂല, എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ശ്രമിക്കണം. ഇനി ആട്ടി വിട്ടാൽ തന്നെ ബാക്ക് ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കുക ചെയ്യരുത്. നമ്മുടെ ബാക്ക് ഭാഗം റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ആക്കരുത്. അത് അപകടമാണ്. വസലാമുൻ ലിസായിരിൻ, ഖബർ സിയാറത്തിന് പോകുന്ന ആൾക്ക് സലാം പറയൽ സുന്നത്തുണ്ട്. അലാ അഹ്ലി മഖ്ബറ ഉമൂമൻ, 2 സലാം പറയണം. ഒന്ന് എല്ലാവർക്കും ഉള്ള സലാം, നമ്മളാ പച്ച ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന ഒറ്റ സലാം എല്ലാവർക്കും പറയുക ആദ്യം. പിന്നെ സുമ്മ ഖുസൂസൻ, പിന്നെ വാപ്പയാണെങ്കിൽ വാപ്പാക്ക് പറയുക, ഉമ്മയാണെങ്കിൽ ഉമ്മാക്ക് പറയുക, കാക്കയാണെങ്കിൽ കാക്കാക്ക് പറയുക, ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് പറയുക, കുട്ടികളാണെങ്കിൽ അവർക്ക് പറയാം. അപ്പോൾ ആദ്യം എല്ലാവർക്കുള്ള സലാം സുന്നത്താണ്. പിന്നെ നമ്മുടെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഖാസായിട്ട് അവർക്കും പറയാം. വയഖൂലു ഇൻദ ഖബ്രി അബീഹി മസലൻ അസ്സലാമു അലൈഹി, വാപ്പാനടുത്ത് പോവുകയാണെങ്കിൽ അസ്സലാമു അലൈക യാ വാലിദി, അസ്സലാമു അലൈക യാ വാലിദി, എൻ്റെ ഉപ്പാക്ക് രക്ഷ ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ഉമ്മാക്കാണെങ്കിൽ യാ ഉമ്മി വാലിദത്തി എന്നൊക്കെ പറയാം. ഫഇൻ അറാദൽ ഇഖ്തിസാറ അലാ അഹദിഹിമ, രണ്ടാളൊരാളുടെ മേൽ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ടൈമില്ലായ്മയാണല്ലോ, ഇപ്പം എല്ലാവർക്കും സമയമില്ലല്ലോ, ഇപ്പോൾ സമയക്കുറവാണ്. അപ്പോൾ 2 സലാം പറയാൻ ടൈമില്ലെങ്കിൽ 1 സലാം കൊണ്ട് ചുരുക്കുക. അപ്പോൾ ചുരുക്കുകയാണെങ്കിലോ, വാപ്പാക്കാണെങ്കിൽ വാപ്പാക്ക് പറഞ്ഞാൽ മതി, മൊത്തത്തിലുള്ള സലാം വേണ്ട. മൊത്തത്തിലുള്ള സലാം ഉണ്ടല്ലോ, അത് വേണ്ട. ചുരുക്കുകയാണെങ്കിൽ ആരുടെ മേൽ ചുരുക്കുക, ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അവർക്ക് കുടുംബക്കാർക്ക് സലാം മതി. മൊത്തത്തിലുള്ള സലാം 2ഉം കൂടിയാണ് വേണ്ടത് കേട്ടോ. ഇതിനൊക്കെ സമയം ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനത്ത് പോവാൻ തൗഫീഖ് ചെയ്യട്ടെ.
ലിഖബറിൻ സ്വഹീഹിൻ സ്വഹീഹായ ഹദീസ് ഉണ്ടായതിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സലാം പറഞ്ഞു. എങ്ങനെ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറാളികൾക്ക് പറഞ്ഞ സലാമാണത്. അവിടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞ എന്തിനാന്നാ? അതൊരഭിപ്രായം തബറുഖിന് വേണ്ടി ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. മറ്റൊരഭിപ്രായം ഔലിദ്ദഫനി ബിത്തിൽക്കൽ ബുഖഅ, ഈ ഖബർസ്ഥാനിക്ക് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഞാൻ വരും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ആരും മരിച്ച, ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ കിടക്കും. അപ്പം അങ്ങനെ അഭിപ്രായമുണ്ട്. ഫതുഹുൽ മുഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറാളികൾക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. നമ്മളെ ജമാഅത്തിന് സ്ഥിരമായിട്ട് വരുന്ന ചില ആളുകളെ കാണാനില്ല. അന്വേഷിച്ച് നോക്കിയപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അംസൗട്ടാജി വരാത്തത്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ആജിലായ ഷിഫ നൽകണേ റബ്ബേ. ഈ പ്രഭാത സമയത്തുള്ള പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ വീടുകളിൽ വിശ്രമിക്കുന്ന ഉമ്മ, വാപ്പ, അല്ലെങ്കിൽ ഭാര്യ, മക്കള് ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും നീ ശരീരസുഖം, മാനസിക സുഖം നൽകണേ റഹ്മാനെ. അർഹമുർ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഖബർസ്ഥാനിലും മറ്റുള്ള ഖബർസ്ഥാനിലും മറമാടപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മയ്യത്തുകൾക്കും ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ ചൊല്ലിയതിന്റെ സവാബുകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം വളരെ നല്ല നിലയിൽ പുരോഗമിച്ചു വരുന്നു. അതിലേക്ക് സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റബ്ബേ. അത് പൂർത്തിയാക്കാനുള്ള മാർഗങ്ങളൊക്കെ നീ അറിയാത്ത ഭാഗത്തിലൂടെ ഫത്ഹാക്കി തരണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, എല്ലാവിധ കടങ്ങളിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാറാ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, പ്രവാസ ലോകത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ജോലികളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മക്കൾക്ക് കല്യാണം ശരിയാകാൻ വേണ്ടി ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഖൈറായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ ഫാത്തിറ السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين. ഇന്ന് നമ്മുടെ കേരളത്തിലുടനീളം പരീക്ഷാ ദിവസമാണ്, പൊതുപരീക്ഷ. എല്ലാ മക്കൾക്കും ഹൈറായ പരീക്ഷയാക്കി മാറ്റണേ അല്ലാഹ്. എല്ലാ മക്കളുടെയും പഠിച്ചതൊക്കെ അവർക്ക് നീ ഓർപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പരീക്ഷയിലൊക്കെ ഇസ്സത്തുള്ള മാർക്ക് നൽകി വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله.